അത് ഒരുപക്ഷെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് വന്നൊരു പിഴകാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്തപ്പോൾ ഒരു പിഴകാകാം. പിഴവ് എന്തായാലും സംഭവിച്ചു പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രശ്നം അതല്ല. കുടുംബ വീട് വിറ്റിട്ട് കുടുംബ വീടിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടെന്ന് പറയുന്ന വൈഷ്ണവ് സുരേഷ് കുറച്ച് ഭാഗം നിലനിർത്തിക്കൊണ്ട് തന്നെ വാടകയ്ക്ക് സൗകര്യത്തിന് വേണ്ടി തൊട്ടടുത്ത വാർഡായ അപ്പോൾ തൊട്ടടുത്തല്ല, ഒരു 2-3 വാർഡിന് അപ്പുറമുള്ള അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു ഈ സൗകര്യാർത്ഥം. അങ്ങനെ താമസിക്കുമ്പോഴും കുടുംബ വീടുമായി ചേർന്ന് കുറച്ച് ഭാഗം വിറ്റിട്ടുള്ളതും ബാക്കി ഭാഗത്തിലാണ് ആധാറും പാൻ കാർഡും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഇതെല്ലാം എല്ലാ സാധനവും ഉള്ളത് പിന്നെ പേരിലാണെന്നും ആ പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആ വീടിൻ്റെ വച്ച് തന്നെ ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് വച്ച് തന്നെ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും വളരെ വലിയ വിവാദമായിട്ടുണ്ട്. ഇതുപോലൊരു വിവാദമാണ് കോഴിക്കോട് VM ബിനു, കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന സംവിധായകൻ VM ബിനുവും പറയുന്നു, ഞാൻ കഴിഞ്ഞ 20 വോട്ട് ചെയ്തു, 22 വോട്ട് ചെയ്തു. 20 22 ഒക്കെ വോട്ട് ചെയ്ത ഒരാളിന് തീർച്ചയായിട്ടും 25 ആകുമ്പോൾ അദ്ദേഹത്തിന് വോട്ടില്ല. ഇതൊരു വലിയ മറിമായമാണ്, വളരെ വലിയൊരു പ്രശ്നമാണിത്. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പരിഷ്കരിക്കലും പുതുക്കലും അതിൽ പേര് ചേർക്കലും പേരൊഴിവാക്കലുമൊക്കെ വളരെ ഗുരുതരമായ ഒരു ജനാധിപത്യ പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു. ഈ വീടാന്തരം കയറി ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്ന കാലമൊക്കെ പോവേണ്ട സമയം കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പുതിയ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ആധാർ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പാൻ കാർഡ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല, അതുപോലെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കണം.